വെൽക്കം ബാക്ക് ജറ ഫുഡ് ഡയറീസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനൊക്കെ അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതും 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു പിടി, പിന്നെ ചെറിയൊരു പകുതി പീസ് നമ്മുടെ സവാളയും 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണിനടുത്ത് ചെറിയ സ്പൂണിലാണ് കേട്ടോ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ നമ്മുടെ മിക്സിയിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങയും ജീരകവും മുഴുവനായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും പിന്നെ നമ്മുടെ ആ ഒരു സവാള ഇതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയേറെ അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് കൂടി രേഖപ്പെടുത്തണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 കപ്പ് പച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ടെടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനും നമ്മുടെ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവും ഇതുപോലെ കുഴച്ചിട്ടെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ടോട്ടൽ എത്ര വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും നമ്മൾ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും വലിയവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മളിതാ ഇതുപോലെ നമ്മളെ കണ്ണിൽ ഇതുപോലെ ഉരുട്ട് അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞത്, ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ടിഫിനാക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തിന്നാൻ വേണ്ടി പറ്റിയിട്ട് നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അരി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 10 മിനിറ്റ് ഞാനിവിടെ ആവിയേറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഒരു പിന്നെ പാത്രം ഇതുപോലെ ആവിയേറ്റിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റീമായിട്ട് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മളിതാ അതിലേക്ക് വായലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. വായൽ ഇട്ട് കൊടുത്താലും നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ ആ ഒരു സ്റ്റീമറിൽ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ചൂടോടി തന്നെ എടുക്കുകയും ചെയ്യട്ടോ. അപ്പം ഞാൻ വളരെ എന്താ പറയുക തിരക്ക് പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇനി ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഓരോരോ ഉരുളകളാക്കിയിട്ട് ഇതാ നമ്മൾ എന്താ പറയുക കുഴക്കട്ടയിലല്ലേ, കുഴക്കട്ട ഒരു ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്കിതുപോലെ കുഴക്കട്ട പല രീതിയിലും ചില ആൾക്കാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കല്ലുമ്മക്കായൊക്കെ ആ ഒരു മസാലയില്ലേ അതെല്ലാം പോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ഇങ്ങനെ പച്ച കഴിക്കാൻ തന്നെ. അപ്പോൾ അതാ ഇതിങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ അതൊന്നും ഞാൻ ആ ഒരു ചൂടോട് കൂടി തന്നെ കുട്ടികൾക്ക് വേഗം തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മുറിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ്, കാരണം ചൂടോട് കൂടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കത്തിയിൽ ഒട്ടിപ്പിടിക്കട്ടെ. അപ്പം നല്ലോണം ആവി തണിഞ്ഞതിന് ശേഷം തന്നെ മുറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഞാൻ ചൂടോട് കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ മുറിച്ച് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു മാവ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനുശേഷം എന്താ ഞാൻ ഇതൊന്ന് കാച്ചിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു കളറിന്
കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ക്രഷ് ചെയ്തിട്ട് വെച്ചിന് സത്യം പറഞ്ഞാൽ മറന്നുമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഈ ഒരു ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ വെന്തത് കൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ 2-3 പേർക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 2 കപ്പ് അരി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഏത് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒരു വട്ടെങ്കിലും നമ്മളെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മളെന്നും കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെടൂലല്ലോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്നും മാറ്റിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കല്ലുമ്മക്കായ ഇല്ലേ, ആ ഒരു കല്ലുമ്മക്കായ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നല്ലൊരു രസമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം നമുക്ക് സ്നാക്സ് ആയിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.